നമസ്കാരം. ലിയോ ടോൾസ്റ്റോയുടെ ഇത്ര വലിയ ഒരു നെന്മണിയോ എന്ന് പറഞ്ഞ നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങൾ 6ാം ക്ലാസ്സുകാർ ഇന്നിവിടെ നടത്തുന്നത്. രാജാതിരാജൻ രാജമാർത്താണ്ഡൻ വീരശൂര പരാക്രമി കുക്കോദണ്ഡ രാജൻ ഇതാ എഴുന്നള്ളുന്നു. മന്ത്രി പുങ്കവ, കാര്യവിചാരം നടക്കട്ടെ. എന്തൊക്കെയുണ്ട് വാർത്തകൾ? അത് മഹാരാജൻ, മന്ത്രി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. അടുക്കളയിൽ അരിയുമില്ല നെല്ലുമില്ല രാജൻ. 2 ദിവസം കഴിഞ്ഞാൽ വായു ഭക്ഷിക്കേണ്ടി വരും. മന്ത്രി, ഇതെന്തൊക്കെയാണ് നാം കേൾക്കുന്നത്? നമ്മുടെ പ്രജകൾ നികുതിയൊന്നും തരുന്നില്ലേ? എവിടെ? നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ഹേ മന്ത്രി, ഉടനെന്തെങ്കിലും പരിഹാരം കാണണം. എനിക്കൊരു ഐഡിയ. മഹാരാജാവിന്റെ ജന്മദിനമാണെന്നും കൊട്ടാരത്തിൽ സദ്യ ഉണ്ടെന്നും വിളംബരം ചെയ്താൽ പട്ടിണി മാറ്റാം. സദ്യയോ? അതെങ്ങനെ? സദ്യ കൊടുക്കാൻ ഇവിടെ എന്ത് കുന്തമാടോ ഉള്ളത്? അതൊക്കെ കണ്ടോളൂ. പ്രജകൾ സമ്മാനവുമായി കൂട്ടത്തോടെ എത്തും. കുറച്ചു കാലം അങ്ങനെ അങ്ങ് പോകും. മന്ത്രി പുങ്കവന്റെ ബുദ്ധി കൊള്ളാമല്ലോ. നടക്കട്ടെ നടക്കട്ടെ. മാന്യ മഹാജനങ്ങളെ, രാജാതിരാജൻ രാജമാർത്താണ്ഡൻ മഹാരാജൻ അറിയിക്കുന്നതെന്തെന്നാൽ ഇന്നേക്കു 2ാം പക്കം രാജന്റെ ജന്മദിനത്തിൽ അന്നദാനം, ഗോദാനം, ഭൂദാനം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. മഹാരാജനുള്ള സമ്മാനങ്ങളുമായി വന്ന് പ്രജകൾക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാം. മന്ത്രി, ഇത് ക്ലച്ച് പിടിക്കുമോ? ഇപ്പൊ കണ്ട് പ്രജകൾ സമ്മാനപ്പൊതിയുമായി എത്തിച്ചേരും. മിനറൽ വാട്ടർ, പള്ളിയുടെ കുത്തി, ജീരകമുട്ടായി. ഹേ മന്ത്രി, ഇതാണോടോ തന്റെ ബുദ്ധി? നമ്മുടെ രാജ്യത്ത് വിശപ്പടക്കാനൊന്നും ഉണ്ടാക്കുന്നില്ലേ? അയ്യോ, ബോംബ് ബോംബ്! ആരെവിടെ? ഇയാളെ തുറുങ്കിലടയ്ക്കൂ. അയ്യോ മഹാരാജൻ, അത് ബോംബൊന്നുമല്ല, മണ്ണ് കിളച്ചപ്പോ കിട്ടിയതാ. മന്ത്രി, ഇത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കൂ. ഇത് ഉറുമ്പ് തിന്നിട്ടുണ്ടല്ലോ. ഇതൊരു ധാന്യമല്ലേ? ധാന്യമോ? ഇതെന്ത് ധാന്യമാണ്? നമ്മുടെ നാട്ടിലെ കൃഷിക്കാരോട് ചോദിക്കാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു കൃഷിക്കാരനെ ഹാജരാക്കട്ടെ. ഹേ കൃഷിക്കാരാ, ഇതെന്ത് ധാന്യമാ? ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല. ഇതെന്ത് ധാന്യമാ? എനിക്കറിയില്ല. ഒരു പക്ഷേ എന്റെ അച്ഛൻ അറിയാമായിരിക്കും. നിങ്ങളുടെ അച്ഛനോ? അതെ, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലാണ് താമസം. ആരെവിടെ? ഇയാളെ കൊണ്ടുപോയി ഇയാൾ അച്ഛനെ ഹാജരാക്കൂ. ഇതെന്ത് സാധനമാണെന്നറിയുമോ? പതുക്കെ പറഞ്ഞാൽ മതി, ചെവി കേൾക്കാം. ഇതൊരു നെന്മണിയാണെന്ന് തോന്നുന്നു. എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ എന്റെ അച്ഛന് ഇതിനെപ്പറ്റി അറിയാമായിരിക്കും. താങ്കൾക്കും അച്ഛനോ? എത്ര വയസ്സായി? എനിക്ക് 120, എന്റെ അച്ഛന് 160. അച്ഛൻ എവിടെയുണ്ട്? അടുത്ത ഗ്രാമത്തിലുണ്ട്. ആരെവിടെ? ഇയാളുടെ അച്ഛനെ കൊണ്ടുവരൂ. നിങ്ങൾക്ക് പ്രായം എത്ര? ഈ ചിങ്ങത്തിൽ 160 വയസ്സ്. എന്തിനാവോ വരാൻ പറഞ്ഞത്? ഇതെന്ത് ധാന്യമാണ്? ഇത് നമ്മുടെ കല്ലടിക്കോളം നെന്മണിയല്ലേ? എന്ത് നെന്മണിയോ? ഇത്ര വലിപ്പമോ? ഇത് എവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കൃഷി ചെയ്തിരുന്ന ഇത്തരം നെൽമണിയായിരുന്നു. ഞങ്ങളെല്ലാം നല്ല അധ്വാനികളായിരുന്നു. നാട്ടിലെല്ലാവരും ചേർന്നു കൃഷി ചെയ്തിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നാം എടുക്കും. ആർക്ക് വേണമെങ്കിലും വിളവെടുക്കാം. വഴക്കില്ല, പിണക്കവുമില്ല.
പിന്നെ എങ്ങനെ നെന്മണി ചെറുതായി? പിന്നെ പിന്നെ അധ്വാനികൾ കുറഞ്ഞു, ആർത്തി കൂടി, കൃഷിയില്ലാതെയായി, ഭക്ഷണം തികയാതെ നാട് മുടിഞ്ഞു. മാന്യമിത്രമേ, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരൂ. എല്ലാവരും അധ്വാനിക്കുക. ആവശ്യത്തിന് വേണ്ടത് കൃഷി ചെയ്തുണ്ടാക്കുക. അതും മാത്രം മതി. എങ്കിൽ എല്ലാവരെയും അറിയിക്കൂ, രാജ്യം മുഴുവൻ കൃഷി ആരംഭിക്കട്ടെ. നാമും ഇതാ ഇറങ്ങുകയായി.